ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ചെറിയൊരു സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് നാളുകളായി ഞാനൊരു ക്യാമറ മേടിക്കാൻ ആഗ്രഹിച്ചിട്ട് ഇന്ന് നമ്മള് ഗോപ്രോ 10 ക്യാമറ മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ക്യാമറയും അതിന്റെ കുറച്ച് കാര്യങ്ങളും, ഇനി നമ്മുടെ വീഡിയോസ്, അതിന്റെ ഫ്യൂച്ചർ കാര്യങ്ങൾ, നമ്മൾ എങ്ങനെയാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ക്യാമറ ഓപ്പൺ ചെയ്യാൻ ചെറിയൊരു ഇതെടുക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ സെറ്റപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനും ആദ്യമായിട്ടാണ് നല്ലൊരു ക്യാമറ ഉപയോഗിക്കണേ. അപ്പൊ അതിന്റെ നല്ലൊരു വീഡിയോ ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റി ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. മാക്സിമം നമ്മുടെ വീഡിയോകൾ നന്നായി ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയൊരു ബോക്സിലാണ് അവര് തന്നിരിക്കുന്നത്. അപ്പൊ എന്ന് തുറന്നു നോക്കാം നമുക്ക്. QR കോഡ്, അതുപോലെ തന്നെ ഗോപ്രോയുടെ മാനുവലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇവരുടെ ബ്രൗസർ ഓൾറെഡി ഇതിൽ ഉണ്ട്. ക്യാമറ, ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പൊ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഇത് നേരെടുക്കാം. ഇതും അതേപോലെ തന്നെ എടുത്തു. ഇതിന്റെ പിന്നില് സ്ക്രീനും ഒരു ഇത് വരുന്നുണ്ട്, അത് നമ്മൾ മാറ്റി. ഇതാണ് നമ്മുടെ ക്യാമറ ഗോപ്രോ 10. ഇതിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോണത്. ഇതിന്റെ കൂടെ ഒരു C ടൈപ്പ് ഡാറ്റ കേബിൾ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ബാറ്ററി ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് മറ്റേ സ്റ്റാൻഡ് പോലെയൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ട് ക്യാമറ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. ഇത് അതിന്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ഇങ്ങനെ തിരിച്ച് ടൈറ്റ് ചെയ്യാനുള്ളൊരു സാധനം. അപ്പൊ വളരെ ഒരു ചെറിയൊരു ബോക്സിലാണ്. കാരണം നമുക്കറിയാലോ, ഗോപ്രോ ഒക്കെ നല്ല റേറ്റ് ആയിരുന്നു ഇറങ്ങുന്ന സമയത്തൊക്കെ. 50,000 60,000 രൂപ വില വരുന്നുണ്ടായിരുന്നു. ഇപ്പോ ഇത് 22,000 രൂപയാണ് ഇപ്പോ പ്രൈസ് വരുന്നത്. അപ്പൊ ഇന്നലെയാണ് നമ്മളത് മേടിച്ചത്. അപ്പൊ ഓൾറെഡി അവരുടെ മറ്റേ ബാഗ് സെറ്റപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. വില കുറയുന്നതിനനുസരിച്ച് ഒരു മാക്സിമം സാധനങ്ങൾ കുറച്ചിട്ടാണ് തന്നിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, കിട്ടിയതിൽ സന്തോഷം. അപ്പൊ നമ്മൾ നേരെ ക്യാമറ എടുത്തിട്ട് ബാറ്ററിയുടെ ഉള്ള സെറ്റപ്പിലാണ് നമ്മൾ ഓപ്പൺ ആയത്. അപ്പൊ ഇതില് ബാറ്ററി ഇടണം. ഈ ബാറ്ററി ഇങ്ങനെയാണ് ഇടുക. ഇതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഗോപ്രോ കുഞ്ഞൻ ക്യാമറ. അപ്പൊ ഇതൊന്ന് നമുക്ക് ഓൺ ആക്കി നോക്കിയാലോ. ഇതിന്റെ ഓൺ ബട്ടൺ കാണുന്നത് ഈ സൈഡിലാണ് കേട്ടോ. അപ്പൊ ഞാനിത് ഓൺ ആക്കാൻ പോവാണ്. ഓൾറെഡി ഓൺ ആയി കഴിഞ്ഞു. നല്ലൊരു ഡിസ്പ്ലേ ആണ്, ഫ്രണ്ട് ഡിസ്പ്ലേ കാണാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ബാക്ക് ഡിസ്പ്ലേ, വീഡിയോ ക്വാളിറ്റി, ക്ലാരിറ്റി ഒക്കെ വളരെ നല്ലതെന്നാണ് അതിന്റെ റിവ്യൂ എടുത്തവര് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. എനിക്ക് ടൈം കാണിക്കുന്നുണ്ട്.
ഇതില് വോയിസ് കമാൻഡിങ് ഉണ്ട്, പല ഫീച്ചറുകൾ ഉണ്ട് ഇതില്. പിന്നെ നമ്മൾ നല്ല രീതിയിൽ വ്ലോഗ് ചെയ്യാന്നുള്ളതിനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ നമുക്ക് ചെറിയ രീതിയിൽ പ്രൊമോഷൻ വീഡിയോ ഒക്കെ കിട്ടുന്നുണ്ട് ഓൾറെഡി. അപ്പൊ ആൾക്കാർക്ക് നമ്മുടെ വർക്ക് കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു അഭിപ്രായം മൊത്തത്തിലുണ്ട്. അപ്പോ ക്യാമറ കൂടി നമ്മളൊരു പ്രൊഫഷണൽ ആക്കി മാറ്റി. കാരണം ഇത്രയും നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മള് കുറച്ച് നാളുകളായി ഇപ്പോ യൂട്യൂബിൽ വളരെയധികം വീഡിയോസുകൾ നമ്മൾ ഇടാറുണ്ട്. ഫേസ്ബുക്ക് പേജിലൊക്കെ നമ്മൾ അത്യാവശ്യം പ്രൊമോഷൻ വീഡിയോകൾ ഇടാറുണ്ട്. ഈ അടുത്തായിട്ട് നമുക്ക് കുറച്ച് വീഡിയോസുകൾ, പ്രൊമോഷൻ വീഡിയോസുകൾ നമുക്ക് കിട്ടുകയുണ്ടായി ഓരോ സ്ഥാപനങ്ങളിൽ. അത് നമ്മൾ വളരെ നല്ല രീതിയിൽ ചെയ്തു. അപ്പൊ ആ വിളിച്ച സ്ഥാപനങ്ങളോട് പ്രത്യേകം നമുക്ക് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൽ പലരും കമന്റ് ആയിട്ട് പറയുന്നത് വീഡിയോ നന്നായി ചെയ്യുന്നുണ്ട്, പക്ഷെ ക്ലാരിറ്റി കുറവുണ്ടെന്ന് പലരും പറയാറുണ്ട്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പരിഹരിക്കാൻ നമ്മളൊരു നല്ലൊരു ക്യാമറ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ മാക്സിമം നന്നായിട്ട് നമ്മൾ ഇനി എടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, വിശ്വം എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്, വിശ്വം ഗ്രാൻഡ് പ്രൊഡക്ഷൻസ്, ദ വെൽഫെയർ ഓഫ് ആർട്ടിസ്റ്റ്, കലാകാരന്മാരെ പരിചയപ്പെടുത്താന്നുള്ളതാണ് ഈ ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നിങ്ങളൊരു കലാകാരനാണെങ്കിൽ നിങ്ങളുടെ കായികപരമായിട്ടുള്ള കഴിവുകൾ നമ്മുടെ ചാനലിലൂടെ അവതരിപ്പിക്കും. ഏതൊരു വ്യക്തിയും കായികപരമായിട്ടുള്ള കഴിവുകൾ നമ്മുടെ ചാനലിലൂടെ അവതരിപ്പിച്ച് അവരെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചാനലിന്റെ ലക്ഷ്യം. ഈ വീഡിയോ കാണുന്ന താങ്കളൊരു കലാകാരനാണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ എന്തുമായിക്കൊള്ളട്ടെ നമ്മുടെ ചാനലിലൂടെ അവതരിപ്പിക്കാൻ ഒരു സുവർണാവസരം. ഇനിയിപ്പോ നിങ്ങളുടെ ബന്ധുക്കള്, സുഹൃത്തുക്കള്, റിലേറ്റീവ്സ് ആരായിക്കോട്ടെ, അവരുടെ കായികപരമായ കഴിവുകൾ നമ്മുടെ ക്യാമറയിലൂടെ ഒപ്പിയെടുത്ത് ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചാനലിന്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇപ്പോ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓരോ സ്ഥാപനങ്ങളിലെ പ്രൊമോഷൻ വീഡിയോ, ഓരോ പ്രോഗ്രാംസുകൾ, അതൊക്കെ അത്യാവശ്യം നമ്മൾ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വളരെയധികം നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥാപനങ്ങളുടെ പ്രൊമോഷൻ വീഡിയോസ് നമ്മളിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക്. അപ്പോ ആ സ്ഥാപനം എന്താണെന്നും അതിന്റെ പ്രവർത്തന രീതികൾ എങ്ങനെയാണെന്നും അതില് പൊതുജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമാവുന്ന രീതിയിൽ അവരിപ്പോ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്താണെന്നും ഇതൊക്കെ നമ്മളൊരു പ്രൊമോഷൻ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നന്നായി പാട്ട് പാടുന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരുടെയൊക്കെ ഇന്റർവ്യൂ നമുക്ക് ചെയ്യാൻ സാധിക്കും. അവരുടെ ഇന്റർവ്യൂ എന്താണ് അവരെന്നും, അവരിപ്പോ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, എവിടെയാണ് താമസിക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഏതാണ്, അതൊക്കെ നമ്മുടെ ചാനലിലൂടെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡാൻസ് കളിക്കുന്ന ആളുകൾ, സമൂഹത്തില് ഉന്നതരായിട്ടുള്ള വ്യക്തികൾ, മീൻസ് കൃഷിക്കാരായിട്ടുള്ള ആളുകൾ, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് കൃഷി ചെയ്യുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ മറ്റ് സംരംഭങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവരുടെയൊക്കെ ഇന്റർവ്യൂ എടുക്കാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവരെന്താണെന്നും, അവരുടെ വീട് എവിടെയാണെന്നും, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നും, അവരിനി ഫ്യൂച്ചർ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ മാക്സിമം നമ്മുടെ ചാനലിലൂടെ ഉൾപ്പെടുത്തി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ചാനലിന്റെ ഉദ്ദേശം. അപ്പൊ ഇത്ര നേരം എന്നെ കണ്ടിരുന്ന നിങ്ങളെല്ലാവരും, ഞങ്ങളുടെ എല്ലാവരും അകമഴിഞ്ഞ സ്നേഹവും സപ്പോർട്ടും പിന്തുണയും എന്നും എപ്പോഴും എനിക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.